ഇത് ജൈന സാഹിത്യത്തെക്കുറിച്ച് ഉള്ള കുറച്ച് കാര്യങ്ങളാണ്. ഈ ജൈന സാഹിത്യത്തിൽ തന്നെയാണ് നമ്മൾ രാസസാഹിത്യം അല്ലെങ്കിൽ രാസസാഹിത്യം എന്ന് പറയുന്നത്. അതിൽ ഈ जैन साधु भारत के पश्चिम भाग में रहते थे. ജൈന സാധുക്കൾ ഭാരതത്തിലെ പശ്ചിമ ഭാഗങ്ങളിലാണ് താമസിച്ച് അവരവിടെയാണ് കണ്ടുവരുന്നതെന്നാണ് പറയുന്നത്. പിന്നെ ജൈന സാഹിത്യ അപഭ്രംശമേം സാഹിത്യ രചന കർത്തേത്തെ. ജൈന സാഹിത്യം കൂടുതലായി കണ്ടുവരുന്ന ആദ്യകാലങ്ങളിലൊക്കെ അപഭ്രംശിലായിരുന്നു ഒരു സാഹിത്യങ്ങളൊക്കെ രചിച്ചിരുന്നത്. പിന്നെ और वही अपभ्रंश आगे चलकर हिंदी के रूप में विकसित हुई है. ഈ അപഭ്രംശമാണ് പിന്നീട് അത് വികസിച്ചിട്ടാണ് ഹിന്ദിയുടെ രൂപത്തിലേക്ക് മാറിയതെന്നും ഇതിൽ പറയുന്നുണ്ട്. അടുത്തത് जैन साहित्य में बड़े प्रबंध काव्य लघु काव्य तथा मुक्तक रचना की का भी जाति है. അതായത് ജൈന സാഹിത്യത്തിൽ പ്രബന്ധ കാവ്യങ്ങൾ മൂന്നുതരത്തിലുള്ള കാവ്യങ്ങളാണുള്ളത്. പ്രബന്ധ കാവ്യവും ലഘുകാവ്യവും അതുപോലെ മുക്ത കാവ്യങ്ങളുമാണ് ഇതിൽ കണ്ടുവരുന്നത്. അടുത്തതെന്ന് പറയുന്നത് സ്വയംഭു ഏക്ക് ജൈന ആചാര്യമാണ്. അത് സ്വയംഭു നമ്മൾ പറഞ്ഞില്ല, ജൈന സാഹിത്യത്തിലുള്ളതാണ് സ്വയംഭു. അപ്പോൾ ഈ സ്വയംഭുവിൻ്റെ ഗ്രന്ഥമാണ് പൗമചരിത്. ഈ പൗമചരിത് എഴുതിയിരിക്കുന്നത് അപഭ്രംശിലാണ് എഴുതിയിരിക്കുന്നത്. ഇത് ഒരു രാമകഥയെ ആധാരമാക്കിയാണ് ഈ പൗമചരിത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ഇसे ജൈന രാമായണ കെ നാം സെ ഭി ജാനാ ജാത്തെ ഹെ. അതുകൊണ്ട് ഇതിനെ ജൈന രാമായണം എന്നും പറയപ്പെടുന്നു. വയ്ക്കുക, സ്വയംഭു എഴുതിയ പൗമചരിതിൻ്റെ മറ്റൊരു പേരാണ് ജൈന രാമായണം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പിന്നെ ജൈന സാഹിത്യകാരോं का प्रभाव वाली रचना രാസത്തെ. ജൈന സാഹിത്യന്മാരുടെ രാസ രചനകളാണ് കൂടുതലായിട്ടും ഉള്ളത്. उनके अधिकतर रचनाओं രാസഗ്രന്ഥ के रूप में ही मिलते. ഇവരുടെ ജൈന സാഹിത്യന്മാരുടെ ഗ്രന്ഥങ്ങളൊക്കെ കൂടുതലായിട്ടും രാസരചനകളിലാണ് കാണപ്പെടുന്നത്. ഈ ജൈന സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട സാഹിത്യ അല്ലെങ്കിൽ രചനാകാർ എന്ന് പറയുന്നത് ശ്രാവകാചാര്യ, ഭരതേശ്വർ ബാഹുബലി, രേവന്ത് ഗിരിരാസ്, അങ്ങനെ കുറച്ച് പ്രധാനപ്പെട്ട ആൾക്കാരുണ്ട്. അതിൽ കുറച്ച് പ്രധാനപ്പെട്ടവരാണ് ശ്രാവകാചാര്യർ. ഈ ശ്രാവകാചാര്യർ രചിച്ചത് ദേവസേനനാണ്. ഇത് 933 ശ്രാവകാചാര്യ ദേവസേനൻ രചിച്ചത്. ഇതിൽ 250 ദോഹകളാണ് ഉള്ളത്. പിന്നെ ഇതിനെക്കുറിച്ച് ശ്രാവകധർമ്മത്തെക്കുറിച്ചാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ശ്രാവകധർമ്മക്ക പ്രതിപാദൻ കിയാഹെ. ശ്രാവകധർമ്മത്തെക്കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്തതാണ് ഭരതേശ്വർ ബാഹുബലി രാസ്. ഭരതേശ്വർ ബാഹുബലി രാസ് എഴുതിയിരിക്കുന്നത് ശാലിഭദ്ര സൂര്യാണ്. ഇതൊരു ഖണ്ഡകാവ്യമാണ്. ഭരതേശ്വർ ബാഹുബലി രാസ് ഖണ്ഡകാവ്യമാണ്. ഇതിൽ 205 ചന്തുകളാണ് ഉള്ളത്. ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് ഭരതേശ്വർ ഏവം ബാഹുബലി കാ ചരിത്ര ചിത്रण കിയാ ഹെ. അടുത്തെന്ന് പറഞ്ഞാൽ രേവന്ത് ഗിരിരാസാണ്. രേവന്ത് ഗിരിരാസ് എന്ന് പറയുന്നത് ഇതിൻ്റെ രചന എന്ന് പറയുന്നത് വിജയസേൻ സൂര്യയാണ്. രേവന്ത് ഗിരിരാസ് എഴുതിയത് വിജയസേൻ സൂര്യയാണ്. इनमें नेमिनाथ की प्रतिमा एवं रेवंत गिरी तीर्थ का सुंदर चित्रण किया है. അടുത്തതെന്ന് പറഞ്ഞാൽ സ്ഥൂലിഭദ്ര രാസാണ്. ഇൻകി രചന ജിൻധർമ്മ സൂര്യനെ കീ ഹെ. ഇതിൻ്റെ രചന നടത്തിയിരിക്കുന്നത് ജിൻധർമ്മ സൂര്യാണ്. ജിസ്മേ ഉനോനെ സ്ഥൂലിഭദ്ര ഏവം കോശ വേശ്യ കെ ബാരെ മേ ലിഖാ ഹെ. ഇതിൽ സ്ഥൂലിഭദ്ര അതുപോലെ തന്നെ കോശ രാജ്യത്തെ വേശ്യയെക്കുറിച്ചുമാണ് ഈ ഒരു സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ചന്ദൻവാല രാസാണ്. ഈ ചന്ദൻവാല രചന എന്ന് പറയുന്നത് അസോഗു ആണ്. ചന്ദൻവാല രാസാക്കോ രചന അസോഗുനെ ഖിതി. ഉൻകി പഹലി രചന കാ ജീവദയ രാസ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കൃതി എന്ന് പറയുന്നത് ജീവദയ രാസ എന്നതാണ്. പിന്നെ അടുത്തത് നേമിനാഥ് രാസാണ്. ഇൻകെ രചനാകാർ സുമതി ഗണഹെ. അതായത് നേമിനാഥ് രാസ രചിച്ചിരിക്കുന്നത് സുമതി ഗണാണ്. ഇൻമേ 58 ചന്തുകളാണ് ഇതിനുള്ളത്. ഇതിൽ പറയുന്നത് നേമിനാഥ് കി ചരിത്ര ചിത്രണം കിയാ ഹെ. നേമിനാഥിൻ്റെ ചരിത്ര ചിത്രണമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്.
ഇനി നമുക്കിതൊന്ന് പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കോഡ്, ആ കോഡിലൂടെ നോക്കാം. ശാലിഭദ്ര സൂരി എഴുതിയ ഭരതേശ്വർ ബാഹുബലി രാസ് ഉണ്ട്, പിന്നെ ബുദ്ധിരാസ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയാണ് പഞ്ചപാണ്ഡവരാസ്. അപ്പോൾ ഈ ഭരതേശ്വർ ബാഹുബലി രാസ്, ബുദ്ധിരാസും പഞ്ചപാണ്ഡവരാസും നമുക്ക് എങ്ങനെ ഒരു കോഡിലൂടെ ഓർത്തിരിക്കാമെന്ന് ചോദിച്ചാൽ, അത് പഞ്ചപാണ്ഡവരിൽ ബാഹുബലി ബുദ്ധിശാലി ആയിരുന്നു. അപ്പോൾ അതിൽ ശാലി വരുന്നുണ്ടല്ലോ, ബുദ്ധിശാലി എന്ന് പറയുമ്പോൾ ശാലി ഓർക്കും നമുക്ക്. ശാലിഭദ്ര സൂര്യയുടെ കൃതികളാണ് ഭരതേശ്വർ ബാഹുബലി രാസ്, ബുദ്ധിരാസ് ഓർ പഞ്ചപാണ്ഡവരാസ്. നമുക്കിതിനെ പഞ്ചപാണ്ഡവരിൽ ബാഹുബലി ബുദ്ധിശാലി ആയിരുന്നു എന്നൊരു കോഡിലൂടെ നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും. പിന്നെ അടുത്തതെന്ന് പറയുന്നത് അസോഗുവാണ്. ഈ അസോഗുവിലെ രചനകളെന്ന് പറയുന്നത് ചന്ദൻവാല രാസ്, അതുപോലെ തന്നെ ജീവൻദയ രാസാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് കൃതികളും ഒരു കോഡിലൂടെ ഓർത്തിരിക്കുക. എങ്ങനെയാ വെച്ചാൽ ചന്ദനും ജീവനും അസുഖമായിരുന്നു. അസുഖം എന്നുള്ളതിന് നമ്മൾ അസോഗുവിനെയാണ് നമ്മൾ ഈ അസുഖമായിട്ട് പറയുന്നത്. അപ്പോൾ ചന്ദനും ജീവനും അസുഖം ആയിരുന്നു എന്ന് ഓർത്തിരിക്കുക. ഇനിയൊരു പുതിയൊരു കോഡുമായിട്ട് വീണ്ടും വരാം. സപ്പോർട്ട് ചെയ്യുക.